എന്റെ അമ്മ ദിവസവും പ്രാർത്ഥനയോടെ വിളക്ക് എത്തിച്ചിരുന്ന എന്റെ വീട് നീയൊക്കെ പട്ടച്ചാരം കൊണ്ട് ബിസിനസ് തുടങ്ങിയിടാ. എങ്ങനെ തോന്നിയ മഹാഭാവി നിനക്ക്? നിനക്ക് ഈ വീട്ടിൽ വെച്ച് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പട്ടി. അതിന്റെ ക്രെഡിറ്റ് രോഹിതനല്ല, എനിക്കാ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ വീട് ഞാൻ കുളം തോണ്ടുന്നു. എന്നിട്ട് ആ കുളത്തിൽ അർമാദിച്ച് കുളിക്കുന്ന. കുളിക്കാനല്ല, നിന്നെയൊക്കെ കുളിപ്പിച്ച് കിടത്താനാടി ഞാൻ വന്നിരിക്കുന്നത്. എന്റെ അച്ഛനെ നീ കൈവയ്ക്കുമല്ലടാ. എടാ, നിന്റെ അച്ഛനാവുന്നതിന് മുമ്പ് അയാളെന്റെ ചേട്ടനായിരുന്നു. അതിനു മുമ്പ് അയാളൊരു ചതിയനായിരുന്നടാ. സ്വന്തം കൂടപ്പിറപ്പിനെ ഒരു ദയാദാക്ഷിണ്യം നോക്കാതെ ചതിച്ച ദുഷ്ടൻ. അയാളുടെ പുക കണ്ടിട്ടേ ഞാനിനി മലേഷ്യയിലേക്കുള്ളൂ. നീ ഇനി ഒരിടത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഈ നിമിഷം നീ പെടഞ്ഞു വീഴാൻ പോണം. എന്താ ഓവി ചെന്നൈ പേ പിടിച്ച നായ പിടിച്ച് പുറത്താക്കടാ. നോക്കിയിരിക്കാതെ പോടാ. അവിടെ നിൽക്കണം. നീയൊക്കെ എന്റെ വീട്ടില് ചാരായപ്പോഴും ഒഴുക്കുലടി പന്നം. ആ പുഴയില് നിന്നെ ഇവനൊക്കെ ഒഴുക്കി വിടാൻ പോവാടി. ഇത് നിനക്ക് വീടല്ല, ദേവാലയ. കാരണം കേറിക്കിടക്കാൻ ഇടവില്ലാത്ത നിനക്ക് എന്റെ അമ്മ ഒരുക്കി തന്ന ദേവാലയം തന്നെയാണ് ഇത്. ആ വീട്ടിലാടാ നീ വാറ്റ് കേന്ദ്രം തുടങ്ങിയത്. എന്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചല്ലടാ നിന്നെ. ആ നീ പാല് തന്ന കൈക്ക് എന്നെ നീ തിരിച്ചു കൊത്തി. അല്ലടാ പൊന്നെ.